ആദ്യം മുതൽ എന്നേക്കും തന്നെയാണ്. ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിൽ ഇട്ടു പാലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, മൃതദേഹത്തിൽ പട്ടക്കാരൻ മണ്ണിടുമ്പോൾ വിശുദ്ധ തൃത്വനാമം ഉച്ചരിക്കാത്തത് എന്തുകൊണ്ട്? ഞാൻ ഈയിടെയായി ഒരു മൃതദേഹ സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിച്ചപ്പോൾ മനുഷ്യൻ മൃതദേഹത്തിൽ മണ്ണിട്ടപ്പോൾ തൃത്വനാമം പറഞ്ഞില്ല, തൈലം ഒഴിച്ചപ്പോൾ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് തൃത്വനാമം പറയാതിരുന്നത്? ഞാൻ പറഞ്ഞ അങ്ങനെ പുസ്തകത്തിലില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ വിശദമായിട്ടുള്ളൂ. അങ്ങനെയാണ് നീ വീഡിയോ ഇടുന്നത്. നമ്മൾ മൃതദേഹം പള്ളിയിൽ കൊണ്ട് വയ്ക്കുമ്പോഴാണ് മറ വലിക്കുന്നില്ല. കാരണം എന്താ? ഇവന് മദ്ബഹായിലേക്ക് നോക്കാൻ അവൻ്റെ ലൗകിക കണ്ണുകളില്ല, അതുകൊണ്ട് മറ വലിക്കുന്നില്ല. കുരിശും മെഴുകുതിരിയും ഒക്കെ നമ്മൾ തലയുടെ പിൻഭാഗത്താണ് വയ്ക്കുന്നത്, അല്ലെങ്കിൽ തലയ്ക്കപ്പുറത്ത് വയ്ക്കണമെന്ന് നമ്മൾ പറയും. എന്നാൽ ചില പള്ളികളിൽ തലയുടെ പുറകിൽ വയ്ക്കുക ഒരു കുരിശ് കൊണ്ടുവന്ന് കാൽഭാഗത്തിന് വയ്ക്കും. അത് ആ രീതി അവിടുന്ന് വന്നോന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ അങ്കമാലി ഭാഗത്തൊന്നും ആ രീതിയില്ല. അങ്കമാലി ഭദ്രാസനത്തിൽ ഉണ്ടോ മുഴുവനുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഈ ഭാഗത്തില്ല. കാരണം വലിയ തിരുമേനി, ആലുവയിലെ പരിശുദ്ധനായ വലിയ തിരുമേനി ഞങ്ങളെ പഠിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ തിരുമേനെ കണ്ടിട്ടുള്ളൂ, എന്നെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം പഠിപ്പിച്ച വലിയച്ഛന്മാരെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ആ കുരിശവന് ലൗകിക കണ്ടുകൊണ്ട് കാണാൻ പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ പറവശത്തേക്ക് വയ്ക്കുന്നത്. ആ കുരിശെന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിനെ അവന് ലൗകികമായി കാണുവാൻ ആ കണ്ണുകളുകൊണ്ട് സാധ്യമല്ല. അപ്പോൾ പരിശുദ്ധ പൗലോസിലേ പറയുന്നില്ലേ, ഞാൻ നല്ല പോർവരുത്, ഒട്ടത്ത് വെച്ചു, വിശ്വാസം കാത്തു, ജീവൻ്റെ കിരീടം എനിക്ക് ലഭിക്കും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. പൗലോസ്ലീഹ അതിനെ ഉറപ്പിച്ച് പറയാൻ കാരണം, അവൻ്റെ ആത്മാവ് പറുദീസയിൽ പോയിട്ടുണ്ട്, പോകുമെന്ന് അവൻ ഉറപ്പുണ്ട്. നമുക്ക് ഉറപ്പില്ല. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭമാണ്. മരിക്കുന്ന ലാഭമാണെന്ന് എനിക്ക് യേശുവിനെ നേരിട്ട് കാണാൻ പറ്റും. അവൻ്റെ ഉറപ്പാണ്. നമുക്ക് ആ ഉറപ്പും വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പറുദീസയിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഇവിടുത്തെ വിഷയം അതല്ലല്ലോ. അപ്പോൾ മൃതദേഹത്തിൽ പട്ടക്കാരൻ തൈലം ഒഴിക്കുമ്പോൾ പറയുന്നത് യുദ്ധങ്ങളിൽ നിന്നുള്ള വിജയത്തിന്, പ്രയത്നങ്ങളിൽ നിന്നുള്ള വിടുതലിനും വിശ്രമം കിട്ടാൻ വേണ്ടിയിട്ട്, പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും പരിശുദ്ധന്മാരോട് കൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ തൈലം ഒഴിക്കപ്പെടുന്നു. ആ പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും, അതാണ് ഞാൻ ആദ്യ ഓർത്തിൻ്റെ തെറ്റിപ്പോയി, പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും. ഇപ്പോൾ ഇതേവരെ അവൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമമാണ് അവന്. വെളിപാട് 14:13 പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, ഇന്നു മുതൽ കർത്താവിൽ ഭരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർക്കാണ് പറുദീസ. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ആ വിശ്രമത്തിലേക്കാണ് അവർ പോകുന്നത്. അപ്പോൾ അവരുടെ പ്രയത്നങ്ങൾ എന്ന് പറയുന്ന, അവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത്, അവരുടെ പ്രയത്നം കർത്താവിന് വേണ്ടിയിട്ടായിരുന്നു. അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ വിശ്വാസം ജനത്തിന് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി അവർ മരിക്കുക എന്ന കാറായിരുന്നു. അപ്പോൾ അവർ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ പോയി വെറുതെ പറുദീസയിൽ പോയി ഉറങ്ങാണെന്നുള്ള അർത്ഥത്തിലല്ല അത് ഇരിക്കരുത്. വലതുവശത്തെ കളരോട് പറഞ്ഞ്, ഇന്ന് നീ എന്നോട് പറുദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അവനോട് സംസാരിച്ചിട്ട് പറുദീസയിൽ വെച്ച്
അവൻ പറുദീസയിൽ ഇപ്പോഴും വിശ്രമിക്കുകയാണ്. നമ്മുടെ പരിശുദ്ധന്മാരും പറുദീസയിൽ വിശ്രമിക്കുകയാണ്. അവർ കർത്താവിനെ കാണുന്നുമുണ്ട്. എല്ലാ സന്ദർഭങ്ങളിലും കർത്താവ് ചെല്ലുമെങ്കിലും കർത്താവിനെ അവർക്ക് കാണാൻ സാധിക്കും ഒരു പ്രത്യേക അവസ്ഥയിൽ. അവർ സ്വർഗം പ്രതീക്ഷിച്ച് കഴിയുകയാണ്. രണ്ടാമത്തെ വരവിൽ സ്വർഗം കിട്ടും, ആ പ്രതീക്ഷയിലാണ് അവർ. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമം. ആ വിശ്രമം എന്ന് പറയുമ്പോൾ വെറുതെ റെസ്റ്റ് പറഞ്ഞല്ല, വേറൊരർത്ഥവും കൂടി പിതാക്കന്മാർ പറയുന്നുണ്ട്. പ്രയത്നങ്ങളുള്ള വിശ്രമം പറുദീസ് ചെല്ലുമ്പോൾ അവന് ആനന്ദമുണ്ട്. പാതാളത്തിൽ കിടക്കണമെന്നവന് അവൻ വേദന അനുഭവിക്കുകയാണ്. പറുദീസയിലായിരിക്കുന്നവന് ആനന്ദമുണ്ട്, പക്ഷെ പരമാനന്ദമില്ല. അത് സ്വർഗത്തിലേ കിട്ടുള്ളൂ. അപ്പം ആ ഒരു വിശ്രമം കൂടി അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് പറുദീസയിൽ വിശ്രമം കൂടാതെ അതിനേക്കാൾ ആനന്ദം നിറഞ്ഞ ഒരു വിശ്രമം, അതാണ് അവിടെ വിശ്രമം എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവിടെ ചെന്നിട്ട് അവർക്കൊരു സുവിശേഷം പ്രസംഗിക്കാനൊന്നും സാധിക്കില്ലല്ലോ. അപ്പോൾ അവരുടെ ആ വിശ്രമം സ്വർഗം പ്രാപിക്കുന്ന ഒരു വിശ്രമത്തിൻ്റെ മുന്നോടിയാണ് പറുദീസയിൽ അനുഭവിക്കുന്ന ആ ആനന്ദം. അതിനേക്കാൾ വലിയ ആനന്ദം സ്വർഗത്തിൽ ലഭിക്കൂ എന്നുള്ളതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഈ വിശ്രമത്തെ നാമും കണക്കാക്കണം. പിന്നെ യുദ്ധങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമ്മൾ അമ്പുമെല്ല് ഉപയോഗിച്ച് ചെയ്യുന്ന യുദ്ധമല്ലാതെ സാത്താനോടുള്ള യുദ്ധത്തിൽ നിന്ന് അവനിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി. ഇനി സാത്താനോട് യുദ്ധം ചെയ്യണ്ട. ആ യുദ്ധം ചെയ്തതിൻ്റെ പ്രതിഫലമായിട്ടിപ്പോൾ പറുദീസയിൽ അവന് വന്നേക്കാണ്. പിന്നെ എന്താ പറയണേ? പരിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിനുമായി അവൻ പറുദീസയിലേക്ക് പോകണം. അതാണ് നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും. അതുകൊണ്ട് അങ്ങനെ പറയുന്നു. നിത്യജീവന് വേണ്ടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ ഈ തൈലം ഒഴിക്കപ്പെടും. ഇതും കൂടെ അപ്പം 4 കാര്യങ്ങളാണ്. ഒന്ന്, പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമം, യുദ്ധങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അവിടെ യുദ്ധം എന്ന് പറഞ്ഞാൽ പിശാചിനോടുള്ള യുദ്ധം. പരിശുദ്ധന്മാരോടുള്ള ആനന്ദം. 4-ാമത്തത് നിത്യജീവൻ. അത് സ്വർഗത്തിൽ കിട്ടുള്ളൂ. ആ നിത്യജീവന് വേണ്ടിയിട്ടാണ് ഇത് കർത്താവ് രണ്ടാമത് വരുമ്പോൾ ഈ നിത്യജീവന് അവന് കൊടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഈ തൈലം ഒഴിക്കപ്പെടും. പിന്നെ അതിനു മുമ്പ് ഉള്ള പ്രാർത്ഥന പറയുന്നുണ്ട്, ഈ തൈലം ഒഴിക്കുന്ന മാതിരി ഇവൻ പിശാചിൻ്റെ കയ്യിൽ നിന്ന് വഴുതി രക്ഷപ്പെടണമെന്ന്. നമ്മൾ അക്ഷരീയാർത്ഥത്തിൽ അതെടുക്കരുത്, ആന്തരികാർത്ഥത്തിൽ അതെടുത്താൽ മതി. പിശാച് ഒന്ന് മൽപ്പിടുത്തം നടത്തും ശരീരത്തിന്, ഒരു സംശയമില്ല. മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാച് മൽപ്പിടുത്തം നടത്തിയില്ലേ? മോശ തെറ്റ് ചെയ്തിട്ടുണ്ട്, 3 തെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ട് ഒരു മിസ്രൈമിനെ കൊന്നു, അടിച്ചു കൊന്നു. പാറയോട് കൽപ്പിക്കാനേ പറഞ്ഞുള്ളൂ, അവൻ പാറയെ അടിച്ചു. മുതലായ കുറ്റങ്ങൾ മോശ ചെയ്തിട്ടുണ്ട്. പിന്നെ മോശ 10 കൽപ്പന മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് എറിഞ്ഞു കളഞ്ഞു. അതൊക്കെ ദൈവത്തിന് വിരോധായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവൻ്റെ ശരീരത്തിന് ഞാനാണ് അർഹതപ്പെട്ടതെന്ന് പറഞ്ഞ് പിശാച് വന്നു. അപ്പോൾ മീഖായേൽ പറഞ്ഞ് നിനക്ക് മോചനം തരേണ്ട അധികാരവും അവകാശമൊക്കെ ദൈവത്തിനാണ്. നീ പറഞ്ഞാൽ തെറ്റാണ്, പക്ഷേ ദൈവം എന്നെ അയച്ചിരിക്കുന്നത് ഈ ബോഡി മറവ് ചെയ്യാനാണ്. അത് യൂദയുടെ ലേഖനം 9-ാം വാക്യത്തിലതുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കേണ്ട വിഷയം, അവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും തൃത്വനാമം പറഞ്ഞിട്ടാണ് തൈലം ഒഴിക്കുന്നത്. അതുകൊണ്ടാണ് ഭസ്മോ ദാവറോ പതറോഹോ ആയോ കാദീശോ ഹായേതൽമീനാമെന്ന് പട്ടക്കാരൻ പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ തൈലം ഒഴിക്കുമ്പോൾ പല പള്ളികളിലും പല രീതിയിലാണ്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും, ശിരസിൽ നിന്ന് പാദത്തിലേക്കും, വടക്ക് നിന്ന് തെക്കോട്ടും. അതാണ് കൂടുതൽ ശരിയെന്ന് പിതാക്കന്മാർ പറയുന്നത്. പലരും പല രീതിയിലാണ് ഒഴിക്കുന്നത്. തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഏതിനും കൂടുതൽ ശരിയുണ്ടല്ലോ. ഇപ്പം എന്നെ പഠിപ്പിച്ച ഗുരു എന്നോട് പറഞ്ഞു തന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമായിട്ട് നാമത്തിൽ അത് ഇതിനോട് യോജിക്കില്ലല്ലോ. ഞാൻ അതങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. നമ്മൾ കുരിശ് വരയ്ക്കുന്നത് അങ്ങനെയല്ലോ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു പുത്രൻ, ഇടത്തേതിൻ്റെ മക്കളായി നമ്മെ വലത്തേതിൻ്റെ മക്കളാക്കി തീർത്തു. മൃതദേഹത്തിൻ്റെ ഇടതുവശത്തേക്ക് പോകണണ്ട, അങ്ങനെ ഇടത് നിന്ന് വലതിലേക്ക് വരണം. അതായത് ആ മൃതദേഹം ജീവനുള്ളതാണെങ്കിൽ അതെങ്ങനെ കുരിശ് വരയ്ക്കുമോ ആ രീതിയിൽ തൈലം ഒഴിക്കണം എന്നാണ് ഞങ്ങളുടെ ഗുരുക്കന്മാരെ ഞങ്ങളെ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയുന്നു. അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അയാൾ ജീവനോടിരിക്കുമ്പോൾ എങ്ങനെ കുരിശ് വരച്ചു ആ രീതിയിൽ
തൈലം ഒഴിക്കണം. അപ്പം നമ്മൾ കിഴക്ക് പടിഞ്ഞാറായിട്ടുള്ളതൊക്കെ കിടത്തുന്നത് മുഖം കിഴക്കോട്ട് അഭിമുഖമായിട്ടാണ്. കാരണം കർത്താവ് രണ്ടാമത് വരുമ്പോൾ അവന് കർത്താവിൻ്റെ മുഖം കാണണം. അതുകൊണ്ടാണ് അങ്ങനെ കിടത്തുന്നത്. ഈ തൈലം ഒഴിച്ച് മുഖം മൂടിയിട്ട് തൈലം ഒഴിച്ച് പിന്നെ മുഖശീലം മാറ്റാൻ പറ്റില്ല. കാരണം ഇനി അവൻ കാണേണ്ടത് കർത്താവിൻ്റെ തിരുമുഖമാണ്. അതുകൊണ്ട് അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. സമയം പോകണം. മൃതദേഹത്തിൽ പട്ടക്കാരൻ മണ്ണിടുമ്പോൾ മനുഷ്യാദി മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ വീണ്ടും ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യും. അരുളി ചെയ്ത കർത്താവേ, നിൻ്റെ തിരുവചനം നിൻ്റെ ഈ ദാസനിൽ നിറവേറണമേ. അവിടെ തൃത്വനാമം പറയുന്നില്ല, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമായ നാമം പറയുന്നില്ല. അപ്പം നമ്മൾ മണ്ണിടുന്നത് ഒരു പ്രത്യാശയിലാണ്. നിൻ്റെ രണ്ടാമത്തെ വരവിൽ ഇവൻ ഉയർത്ത് നിൻ്റെ സ്വർഗരാജ്യത്തിന് ഇവനെ അവകാശിയാക്കി തീർക്കണം. ഈ മണ്ണാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഈ മണ്ണിലേക്ക് തന്നെ തിരികെ ചേരുമെന്ന് പറയണം. എന്നരുളി ചെയ്ത കർത്താവ്, ഇതാ നിൻ്റെ തിരുവിഷ്ടം ഇന്ന് ഈ ദാസനിൽ നിറവേറിയിരിക്കുന്നു. ഏത് മണ്ണാകുന്ന ആ തിരുവിഷ്ടം ഇനി ഇവൻ ഉയർത്ത് നിൻ്റെ സന്നിധിയിൽ ന്യായവിധിക്കാൻ നിൽക്കുമ്പോൾ ഇവൻ്റെ കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അത് ക്ഷമിച്ചു കൊടുത്ത് സ്വർഗത്തിലേക്ക് ഇവനെ കൊണ്ടുപോയി നിത്യാനന്ദം അനുഭവിക്കാനുള്ള ഭാഗ്യം കൊടുക്കണം. ആ പ്രത്യാശയിലാണ് മണ്ണിടുന്നത് മൃതദേഹത്തിൽ. അവിടെ തൃത്വനാമം ഉച്ചരിക്കാൻ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. എൻ്റെ കാരണം കർത്താവാണ് ന്യായവിധിക്കുന്നത്, പിതാവും പരിശുദ്ധ റൂഹായും അല്ല എന്നല്ല. പിതാവിൻ്റെയും പരിശുദ്ധ റൂഹായുടെയും അനുഭവത്തോടും സമ്മതത്തോടും കൂടിയാണ് ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നത്. പിതാവിനെ ഏൽപ്പിച്ച് പരിശുദ്ധ റൂഹായുടെ സമ്മതം വന്നിട്ട് യോഹന്നാൻ നമ്മൾ പുരുഷന്മാരുടെ ഏവരും വായിക്കുമ്പോൾ അത് പറയുന്നുണ്ട്, ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ പുത്രനാണ് ന്യായം വിധിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ തൃത്വനാമം പറയുന്നില്ല. പുത്രൻ ന്യായം വിധിക്കുന്നതുകൊണ്ട് പിതാവിൻ്റെയും പരിശുദ്ധരുമായിട്ട് സമ്മതത്തോടു കൂടിയാണ്. പിതാവാണ് ഇവന് അധികാരം കൊടുത്തത്. പിതാവ് ചെയ്യുന്നതല്ലാതെ പുത്രൻ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പിതാവ് പറയുന്നതല്ലാതെ പുത്രന് ഒന്നും പറയാൻ സാധ്യമല്ല. അതൊന്ന് ഓർത്തിരിക്കണം. പക്ഷെ അവിടെ കർത്താവിൽ നാം പ്രത്യാശ വയ്ക്കുകയാണ്. കാരണം കർത്താവാണ് ന്യായം വിധിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവിടെ തൃത്വനാമം നമ്മൾ പറയുന്നില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെ നാമത്തിൽ എന്ന് പറയാൻ തീർച്ചയായിട്ടും പട്ടക്കാരൻ പറയും മശ്മോ ദാവോ ദാവറോ റോഹോയോ കാതീശ്വരഹായി ദലോൽബിനാമീൻ എന്ന് മണ്ണിടുമ്പോൾ പറയും. അതുകൊണ്ട് മണ്ണിടുമ്പോൾ തൃത്വനാമം പറയേണ്ട ആവശ്യമില്ല, അത് പറയരുത് എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ആ കാര്യം ഓർപ്പിച്ചത് മാത്രമാണ്. ഇനി മറ്റൊന്ന്, അൽമായക്കാർക്ക് മണ്ണിടാം. അച്ഛൻ മൃതദേഹത്തിൽ മണ്ണിടുമ്പോൾ ചിലപ്പോൾ അല്പം മുന്തിരിയും കൂട്ടിയെന്ന് വരും. അതിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ കവർ മൂടാൻ പറയും, മൂടി വെച്ചു എന്ന് പറയും. പിന്നെ വേറെ ആർക്കും അതിലിടാൻ അവകാശമില്ല. ജനത്തിന് മണ്ണിടാനേ അധികാരമുള്ളൂ, കുന്തിരിക്ക ഇടാൻ അധികാരമില്ല. കുന്തിരിക്ക കൈകാര്യം ചെയ്ത പട്ടക്കാരാണ്. പട്ടക്കാർക്ക് മാത്രമേ, മറ്റു പട്ടക്കാരുണ്ടാവുമല്ലോ, അവർക്ക് ആ കുഴിയിലേക്ക് കുന്തിരിക്ക ഇട്ട് കൊടുക്കുക. അന്ന് ശുശ്രൂഷക്കാരൻ, നേതൃത്വം വഹിക്കുന്ന ശുശ്രൂഷക്കാരനാണ് ഭസ്മോദാവ് പറഞ്ഞ് തൈലം ഒഴിക്കുന്നത്. മണ്ണിടുന്നത് ഭസ്മോദാവ് പറയാതെയാണ്. ആ പ്രധാന പട്ടക്കാരൻ മണ്ണിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ മൂടി വയ്ക്കണം. പിന്നെ തുറന്നു വെച്ചൊന്നും ഒരിക്കലും ഇരിക്കാൻ പാടില്ല. വേറെ ആരാധനത്തൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതിൻ്റെ ക്രമാനുസരിച്ച് ഞങ്ങളുടെ ഇവിടെയൊക്കെ എല്ലാ പൂക്കളും മാറ്റും. ചില പള്ളികൾ മാറ്റില്ല. അപ്പോൾ തന്നെ മൂടി വെച്ച് ഇറക്കി വെച്ചതിന് ശേഷം പട്ടക്കാരെ കുന്തിരിക്കോടും ജനങ്ങൾ കുന്തിരിക്കാൻ പാടില്ല, കുന്തിരിക്കാൻ പാടില്ല. കാരണം കുന്തിരിക്കം കൈകാര്യം ചെയ്യുന്നത് പട്ടക്കാരനാണ്. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.